പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗിന്റെ വ്യത്യാസം മാത്രമുണ്ട്. സാധാരണ കമ്പനികൾ ഇടത്തട്ടുകാരും പരസ്യത്തിന്റെ സഹായത്തോടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ഇടത്തട്ടുകാരെയും പരസ്യവും ഒഴിവാക്കിക്കൊണ്ട് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന രീതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഇന്ത്യ ഗവൺമെന്റ് ഡയറക്റ്റ് സെല്ലിംഗ് റൂൾസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 2016 ഡയറക്റ്റ് സെല്ലിംഗ് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു. 2023 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സായി. അതിനകത്ത് ഉപഭോക്താവ് സാധനം വാങ്ങിക്കുന്ന ഒരു മെത്തേഡായിട്ട് ഉപഭോക്താവ് സാധനം വാങ്ങിക്കുന്ന ഒരു രീതിയായിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടിലെവൽ മാർക്കറ്റിംഗ് ചേർക്കപ്പെട്ടു. 2021 കഴിഞ്ഞ ഈ 19-ാം തീയതി ഡയറക്റ്റ് സെല്ലിംഗിന്റെ മോണിറ്ററിംഗ് മെക്കാനിസം കേരളത്തിൽ ആദ്യമായിട്ട് കേരള ഗവൺമെന്റ് നടപ്പാക്കി. അതിന്റെ ചൂട് വെച്ച് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നടപ്പാക്കപ്പെടുന്നുണ്ട്. ഇന്നത്തെ ഒരു ലീഗൽ ബിസിനസ്സാണ്. ഇന്ത്യയിലെ ഒരു ലീഗൽ ബിസിനസ്സാണ് ഡയറക്റ്റ് സെല്ലിംഗ്. പണ്ടുള്ള നമ്മുടെ സാധാരണ മാർക്കറ്റിംഗിന് പല രീതിയിൽ ബാർട്ടർ സിസ്റ്റം സംവിധാനം ഉണ്ടായിരുന്നു. ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന സംവിധാനം ഉണ്ടായിരുന്നു. അവർക്ക് ട്രഡീഷണൽ ബിസിനസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മാനുഫാക്ചർ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ആ മാനുഫാക്ചർ അഡ്വർടൈസ്മെന്റ് സഹായത്തോടുകൂടി, ഏജൻസികളുടെ സഹായത്തോടുകൂടി, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ സഹായത്തോടുകൂടി, ഹോൾസെയിൽസിൽ കൂടി റീറ്റെയിൽ ഷോപ്പിൽ എത്തിക്കുന്നു, കസ്റ്റമർ സാധനം വാങ്ങിക്കുന്നു. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ രീതി അല്ലെ. ഒരു ഉപഭോക്താവായ നമ്മൾ എന്ന് ശമ്പളം വാങ്ങിച്ചു തുടങ്ങി, എന്ന് വരുമാനം ഉണ്ടാക്കി തുടങ്ങിയോ അന്ന് മുതൽ നമ്മൾ ചെയ്യുന്ന പണി എന്താ? ചെലവാക്കലാണ്. ആണോ? ആദ്യം ശമ്പളം വാങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? ആദ്യം വരുമാനം കിട്ടിയപ്പോൾ എന്താ ചെയ്ത്? എല്ലാവരും ആഗ്രഹം, അതായത് 1 രൂപ പോലും തൊടാതെ കൊണ്ട് ബാങ്കിലാണെന്ന് ആഗ്രഹിച്ചത്. പക്ഷെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് അതിന്റെ സിംഹഭാവം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് വാങ്ങണം, ഇത് വാങ്ങണം അല്ലെ. അപ്പൊ എല്ലാം നമ്മൾ ചെലവാക്കിക്കൊണ്ടിരിക്കുക. ഈ ചെലവാക്കലിന്റെ പ്രത്യേകത എന്താ? ചില വായിൽ പോയി. ചില വായിൽ പോയി. ആ വായകളാണ് ഈ കാണുന്നതൊക്കെ. അതൊക്കെയാണ് റീറ്റെയിൽ ഷോപ്പുകൾ, ഹോൾസെയിലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അതായത് നമ്മളൊരു 50 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ 100 രൂപയാവും. അതായത് ബാക്കി 50 രൂപ മാർക്കറ്റിംഗ് ചെലവാണ്. ഒരു 100 രൂപയ്ക്ക് സാധനം നമ്മൾ വാങ്ങിച്ചാൽ അതിന് കമ്പനിക്ക് മാനുഫാക്ചറിംഗ് കോസ്റ്റ് ആയിട്ട് 50 രൂപ മതിയെങ്കിൽ ബാക്കി 50 രൂപ എന്താണ്? വിതരണ ചെലവാണ്, മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആണ്. എവിടുന്ന് ഈടാക്കപ്പെടുന്നത്? നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കപ്പെടുന്നത്. അതില്ലാതെ ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യപ്പെടില്ല. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരാണ്. ഈ ആളുകളാണ് ബിസിനസ്സുകാർ. ഈ ബിസിനസ് കാറ്റഗറിയിൽ പറഞ്ഞാൽ എന്ത് വേണം? കാശ് ഇൻവെസ്റ്റ് ചെയ്യണം. വേണ്ടേ? ഇതിൽ നമുക്കൊരു സാധാരണക്കാരൻ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഇതിൽ ആരാവാൻ ഏറ്റവും എളുപ്പം? മാനുഫാക്ചർ ആണോ, ഡിസ്ട്രിബ്യൂട്ടർ ആണോ, ഹോൾസെയിലർ ആണോ, റീറ്റെയിലർ ആണോ? ആരാവാൻ ഏറ്റവും എളുപ്പം? സ്വാഭാവികമായിട്ട് റീറ്റെയിലർ ആണല്ലേ. നമ്മുടെ വീടിനടുത്തൊരു കട റൂം നോക്കിയിട്ട് അതിനകത്ത് ബിൽഡിങ്ങിൽ നമ്മൾ എന്താണോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് കച്ചവടം തുടങ്ങാം. എത്ര ഉണ്ടെങ്കിലും തുടങ്ങാം. എത്ര ലക്ഷം ഉണ്ടെങ്കിലും തുടങ്ങാം. ഒരു 5 ലക്ഷം മിനിമം ഇല്ലാതെ ആലോചിച്ചിട്ട് കാര്യമില്ല. 5 മുതൽ 10 ലക്ഷം മിനിമം വേണം. ഇതില്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ബിസിനസ്സുകാരാവാത്തത്. ആഗ്രഹമില്ലാണ്ടല്ലോ. ഇതാണ് ഇവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇവിടെ ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ പണം വേണം. പണം മാത്രം പോരാ, എക്സ്പീരിയൻസ് വേണം. ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാലോ ഈ സംവിധാനത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഉത്പാദകൻ നേരിട്ട് ഉൽപ്പന്നം ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് എത്തുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 100 രൂപയ്ക്ക് സാധനം നമ്മൾ വാങ്ങിച്ചാൽ അത് 70 രൂപയ്ക്ക് നമ്മളെ കിട്ടും. 70 രൂപയ്ക്ക് വാങ്ങിക്കാം. 50 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ 70 രൂപയ്ക്ക് വാങ്ങിക്കാം. ഇവിടെ നമുക്ക് ഈ പണി ചെയ്യുന്നത് നമ്മളാണ്. ഉത്പാദന വിതരണമാക്കുന്ന നമ്മളാണ്. ട്രഡീഷണൽ മാർക്കറ്റ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഹൈ കോസ്റ്റ് ആണ്. ഡയറക്റ്റ് സെല്ലിംഗ് റീസണബിൾ കോസ്റ്റ് ആണ്. ഇടയ്ക്ക് പ്രൈസ് വ്യത്യാസം ഉണ്ടാവും. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ കൺട്രോൾ പ്രൈസ് ആണ് നമ്മുടെ ഡയറക്റ്റ് സെല്ലിംഗ് ഉള്ളത്. ഞാനത് ഫാസ്റ്റായിട്ട് പോകാൻ കാരണം ഇതെല്ലാം നമ്മുടെ ചീഫ് ഗസ്റ്റ് കവർ ചെയ്യുന്ന ടോപ്പിക്കിൽ പ്രധാനപ്പെടാറുണ്ട്. ഫാസ്റ്റായിട്ട് പോകുന്നു. ട്രഡീഷണൽ മാർക്കറ്റ് ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ ഈ വ്യത്യാസം നമുക്ക് പറയാം. ഇനി ഇതിനകത്ത് RCM എന്തെന്ന് വ്യത്യസ്തമാക്കുന്നത് വെച്ചാൽ റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റ്, അതാണ് അതിന്റെ ഫുൾ ഫോം. ഡയറക്റ്റ് സെല്ലിംഗ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ആസ് മൾട്ടിലെവൽ മാർക്കറ്റിംഗ്. മൾട്ടിലെവൽ മാർക്കറ്റിംഗ് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാം. റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് അതാണ് RCMന്റെ ഫുൾ ഫോം. ശരിയായ ഗുണം രീതി. അപ്പോൾ തെറ്റായി പണം ചെയ്യുന്ന മാർക്കറ്റിലുണ്ടെന്നുള്ള വ്യത്യാസം. ശരിയായ രീതിയിൽ പണം ചെയ്യുന്നു. നമ്മൾ ഇപ്പൊ ഈ രാവിലെ തുടക്കത്തിൽ വന്ന സമയത്ത് ഗുഡാർസ്യം പറഞ്ഞു. കുറെ ആളുകൾ ഗുഡാർസ്യം പറഞ്ഞു, കുറെ ആളുകൾ ഗുഡാർസ്യം പറഞ്ഞില്ല. RCMന്റെ ഫുൾ ഫോം ആണ് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്. ഇനി ഫുൾ ഫോം പറയാറുണ്ട് റാം ക്രൈസ്റ്റ് മോമോ എന്ന് പറയാറുണ്ട്. റുപ്പിയ ചാപ്പിനേക്കാൾ വിഷയം എന്ന് പറയാറുണ്ട്. നോട്ട് അടിക്കുന്ന യന്ത്രം. അതിനേക്കാൾ നമുക്ക് ടച്ചിങ് ആയിട്ടുള്ള വേറെ ഫുൾ ഫോം ഉണ്ട്. നമ്മുടെ മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ എന്തൊക്കെയാ? ബേസിക് നീഡ്സ്. ഭക്ഷണം, വസ്ത്രം, പാർക്കണം അല്ലെ? ബേസിക് നീഡ്സ്. ഈ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ ഈ കണ്ട സർക്കസ് എല്ലാം കളിക്കുന്നത് അല്ലെ? ബേസിക് നീഡ്സ്. RCMന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് രാജസ്ഥാനിലെ ബിൽവാരയാണ്. നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് നമുക്ക് ഹിന്ദിയിൽ എന്റെ ഫുൾ പറയാണെങ്കിൽ ഭക്ഷണത്തിന് ഹിന്ദിയിൽ എന്താ പറയാ? റൊട്ടി. R for റൊട്ടി. വസ്ത്രത്തിന് ഹിന്ദിയിൽ എന്താ പറയാ? കപ്പട. C for കപ്പട. പാർപ്പിടത്തിന് ഹിന്ദിയിൽ എന്താ പറയാ? M for മക്കാൻ. റോട്ടി, കപ്പട, മക്കാൻ. അതായത് മനുഷ്യന്റെ ബേസിക് നീഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന ഒരു കമ്പനി. നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? നിങ്ങൾക്ക് നല്ല രാവിലെ ആശംസിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞാലോ നല്ല സായങ്കാലം ആശംസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഗുഡ് RCM എന്ന് പറഞ്ഞാലോ എന്താ നമ്മൾ ആശംസിക്കുന്നത്? നിങ്ങൾക്ക് നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല പാർപ്പിടവും ആശംസിക്കുന്നു.
അങ്ങനെയാണ് ഗുഡാർസിയം. സൗണ്ട് കൂടിയോ? എന്ത് കാര്യവും നമ്മൾ മനസ്സിലാക്കിയാൽ അത് എവിടുന്ന വരുന്നറിയോ? ഹൃദയത്തിൽ നിന്ന് വരും. ഗുഡാർസിയം. യെസ്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് കമ്പനി ആരംഭിച്ചത് 2000-ലാണ്. 2000 രാജസ്ഥാനിലെ ബിൽവാരയിൽ RCM കൺസ്യൂമർ പ്രൊഡക്റ്റ് കമ്പനി ആരംഭിച്ചു. നമ്മുടെ TC ചബ്രാജി അതിന്റെ MD, നമ്മൾ സെക്കൻഡ് ഗാന്ധി എന്ന് വിളിക്കുന്ന ഇന്ത്യയിലെ സാധാരണക്കാർക്കായുള്ള ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുന്ന ഈ ഒരു വ്യക്തിത്വമാണ് RCM ആരംഭിച്ചത്. നല്ലൊരു കൈയ്യടി നമ്മുടെ ഫോട്ടോയിൽ നമ്മുടെ TC ചബ്രാജി. 25 വർഷങ്ങളായി കമ്പനി ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ്. ഡയറക്റ്റ് ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ വേറെ ആർക്കുമില്ല. ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്, റീസണബിൾ പ്രൈസിൽ നമുക്ക് കിട്ടും. 100% ഇന്ത്യൻ കമ്പനിയാണ്. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി 78 വർഷം കഴിഞ്ഞിട്ടും ഇന്നും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? നിസ്സംശയം പറയാൻ വിദേശ കമ്പനികളാണ്. വിദേശ കമ്പനികൾ അല്ലെ, ബ്രിട്ടീഷ്, ഫ്രാൻസ്, ജർമ്മൻ അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികൾ, ഹിന്ദുസ്ഥാൻ, കോൾഗേറ്റ് പവർ, ITC പോലുള്ള മൾട്ടിനാഷണൽ കമ്പനീസിന്റെ സാധനങ്ങളാണ് ഇന്നും ഇന്ത്യൻ മാർക്കറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 100% ഇന്ത്യൻ കമ്പനി. ഒരു സായിപ്പും നമ്മളെ നോക്കി കണ്ടുകിട്ടില്ല. ഇപ്പോഴും നമ്മൾ മുട്ടിടിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാ? നമുക്കറിയില്ല ഏതാ ഇന്ത്യൻ ഏതാ വിദേശി. നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, നമുക്ക് 100% രാജ്യത്തെ സേവിക്കേണ്ട അവസരമാണ്. 100% ഇന്ത്യൻ കമ്പനിയാണ്. ചെറിയ രീതിയിൽ ആരംഭിക്കാം. 0 റിസ്ക് ആണ്, റെഡി പ്രൂവൺ സിസ്റ്റം ആണ്, അൺലിമിറ്റഡ് ഇൻകം ആണ്. പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ RCMന്റെ: 1 ഹെൽത്ത് കെയർ ആണ്, 2 സെൽഫ് റിലയൻസ്, വുമൺ എംപവർമെന്റ്, ആരോഗ്യ സംരക്ഷണം. ശുദ്ധമായ മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് നമുക്ക് കിട്ടും. 2ാമത്തെ ലക്ഷ്യമാണ് സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത, സ്വന്തം കാലത്ത് വരുമാനം ഉണ്ടാക്കാം. 3ാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് വുമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം. സ്ത്രീ ശാക്തീകരണമുള്ള വാക്കിപ്പോൾ കേൾക്കാറുണ്ടല്ലോ അല്ലേ? ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവാണ്. പഞ്ചായത്ത് ഇലക്ഷനിൽ ഏറ്റവും അധികം സ്ത്രീകൾ മുന്നിൽ വരുന്ന അല്ലെ സംരംഭമാണത്. നിങ്ങൾ ആലോചിക്കോളൂ, എനിക്ക് കഴിവില്ല എന്ന് വിശ്വസിച്ച അല്ലെങ്കിൽ വീടിന്റെ അകത്ത് അല്ലെങ്കിൽ ഒതുങ്ങി കൂടിയിരുന്ന എത്രയോ സ്ത്രീകൾ പഞ്ചായത്ത് മെമ്പറായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും എത്രയോ കഴിവ് തെളിയിച്ചു. എന്തുകൊണ്ടാണ് കഴിവ് തെളിച്ചത്? ഓപ്പർച്യൂണിറ്റി കിട്ടിയോണ്ടാ. അപ്പൊ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലോ പവർഫുൾ ലേഡീസാണ് പുരുഷന്മാരെ കാണും. എന്താ നമ്മളൊരു പറഞ്ഞ സന്തോഷമില്ലാത്ത സത്യമല്ലേ? ആരും ദേഷ്യം. അങ്ങനെയാണ് നമ്മൾ സ്ത്രീ ശാക്തീകരിക്കപ്പെടുന്നത്. എന്ത് വേണം? ഞാൻ വിശ്വസിക്കുന്നത് ഒരു സ്ത്രീ ശാക്തീകരിക്കപ്പെടണമെങ്കിൽ അവളെ 3 തലങ്ങളിൽ ശാക്തീകരിക്കണം. 3 തലങ്ങളിൽ ശക്തിയാക്കണം. 1 ആരോഗ്യപരമായിട്ട്. സ്ത്രീക്ക് ആരോഗ്യം ഉണ്ടോ? ഉണ്ടോ? പറഞ്ഞ സ്ത്രീകളാണ്, അതുകൊണ്ട് പരാതിയില്ല. ഒരു കണക്ക് പറയുന്നത് ഇന്ത്യയിലെ 56% സ്ത്രീകളും അനീമിക്കാണെന്നാണ്. ഭക്ഷണം കഴിക്കുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് രക്തം ഉണ്ടാകാത്തത്? വേണ്ട ഭക്ഷണമല്ല കഴിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് സ്ത്രീകൾക്ക്. ആരോഗ്യപരമായി ശാക്തീകരിക്കപ്പെടണം. 2ാമതോ സാമ്പത്തികമായിട്ട് സ്വന്തം കാലിൽ വരുമാനം, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് പോലും കല്യാണം കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞാലോ ജോലി ഒഴിവാക്കിയിട്ട് വീട്ടിൽ കുട്ടിയെ നോക്കാനിരിക്കുന്ന സ്ത്രീ ഒരു 30-40 വയസ്സാകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കോ അവളുടെ ജോലിയും അവളുടെ സമയമെല്ലാം നഷ്ടപ്പെടുകയും കഴിഞ്ഞു. പിന്നെ ചെയ്യാൻ പറ്റും? പിന്നെ ഒന്നുമില്ല, എന്റെ വിധിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഒതുങ്ങി കഴിയാണ്. സാമ്പത്തികമായിട്ട് ശാക്തീകരിക്കപ്പെടണോ? സ്വന്തം കാലിൽ വരുമാനം ഉണ്ടെങ്കിലോ, സ്വന്തം അക്കൗണ്ടിൽ വരുമാനം ഉണ്ടെങ്കിലോ സമൂഹത്തിലെ പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സ്ത്രീക്ക് വരുമാനം ഉണ്ടാവണം. 3ാമതോ സാമൂഹികമായിട്ട് ശാക്തീകരിക്കപ്പെടണം. ഞാൻ നേരത്തെ പറഞ്ഞ ആ പഞ്ചായത്ത് ഇലക്ഷന്റെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ വേദികൾ കിട്ടിയാലോ? ഇന്ന് RCMിലൂടെ പണം വാങ്ങുന്ന 20 ലക്ഷം കുടുംബങ്ങളുണ്ട്. അതിൽ 60% സ്ത്രീകളാണ്. ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന ധാരാളം സ്ത്രീകൾ ഇന്ത്യയിലുണ്ട്. ഈ 3 തലത്തിൽ സ്ത്രീയെ ശാക്തീകരിക്കപ്പെട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒരേ ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് RCM മാത്രമാണ്. RCMന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് വുമൺ എംപവർമെന്റ് ആണ്, സ്ത്രീ ശാക്തീകരണം. ഇനി കമ്പനിയുടെ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ 2001 പ്രൊഡക്റ്റ് ആരംഭിച്ച കമ്പനി ഇതിനുശേഷം 6000-ലധികം പ്രൊഡക്റ്റുകളായി. 2030 ആകുമ്പോഴേക്ക് എവിടെ നമുക്ക് പറയാൻ പറ്റില്ല, അത്രത്തോളാണ് കമ്പനിയുടെ പോക്ക്. ഒരു ഫാക്ടറി ആരംഭിച്ചതിന് ശേഷം 100 ഫാക്ടറീസ് ഉണ്ട്. ഒരു ഡിപ്പോയിൽ ആരംഭിച്ചത് 190 ഡിപ്പോസ് ഉണ്ട്. ഒരു സ്റ്റേറ്റ് ആരംഭിച്ചത് 28 സ്റ്റേറ്റ് ഉണ്ട്. ഒരു വണ്ടർവേൾ ക്യൂ കാർസ്മൽ ഷോപ്പിൽ ആരംഭിച്ചത് 15,000-ലധികം വണ്ടർവേൾ ക്യൂകൾ, ഒരു വണ്ടർവേൾ ആരംഭിച്ചത് 30,000 വണ്ടർവേളുകൾ, 1.5 ലക്ഷം ഡിസ്പ്ലേ വാളുകൾ, ഒരു മെമ്പർ ആരംഭിച്ച് 4 കോടി മെമ്പർമാർ. ഇവിടെ റീസെന്റ് ജോയിൻ ചെയ്ത ആളുകളോട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏകദേശം 4 കോടി കെട്ടിയിട്ടുണ്ടാവും നമ്പർ. ഒരു കമ്പനി, സാധാരണ ഒരു കമ്പനി ഒരു 25 വർഷം കൊണ്ടുണ്ടാക്കിയ വളർച്ചയാണ്. എന്തുകൊണ്ടാണ് വളരാൻ കാരണം? എങ്ങനെ ഇത് കേട്ടില്ല? ഇങ്ങനത്തെ വളർച്ച 25 വർഷം കൊണ്ട് ഇങ്ങനെ വളരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്തുന്നതാണ്. അല്ലാതെ വളരാൻ കഴിയില്ല. 1 രൂപയോളം ഒരു പരസ്യം മുടക്കാതെ ഒരു കമ്പനിക്ക് 25 വർഷം കൊണ്ട് ഇത്രയും വലിയ വളർച്ച ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ജനമനസ്സിൽ സ്വാധീനം ചെയ്യുന്നതിന് അർത്ഥമാക്കുന്നത് അല്ലെ? ഭാഗ്യമാണ്. നമുക്ക് അതിനെ അറിയാൻ കഴിഞ്ഞതിന്റെ ഭാഗ്യമാണ്. കമ്പനിയുടെ ഫീച്ചേഴ്സ്, പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് ആണ്, ഡെയിലി യൂസബിൾ ആണ്, ഹൈ ക്വാളിറ്റി ആണ്, ഹെൽത്ത് സപ്പോർട്ടീവ് ആണ്, റീസണബിൾ പ്രൈസ് ആണ്. RCMന്റെ പ്രൊഡക്റ്റ് പ്രത്യേകത എടുത്തു പറഞ്ഞാൽ ഇനി മാനുഫാക്ചറിംഗ് യൂണിറ്റ് നോക്കി കഴിഞ്ഞാൽ ബിൽവാരയിലെ പ്ലാന്റാണ് ആദ്യം കാണുന്നത്. ഉത്തരാഖണ്ഡിലെ പ്ലാന്റ്, ഗുവാഹത്തിലെ പ്ലാന്റ്. എത്ര ആൾക്കാരുണ്ട് ബിൽവാരയിലെ പ്ലാന്റ്? 2 ആൾക്കാർ. ബിൽവാരൽ കമ്പനി ഉണ്ടോ നോക്കി. ഞാൻ എനിക്ക് 4 ലക്ഷം പോകാനുള്ള ഭാഗ്യമുണ്ടായി. ആളുകൾക്ക് എത്ര കമ്പനി അവരുടെ കമ്പനിയുടെ പ്ലാന്റിൽ ആൾക്കാരെ കേട്ടു ആരെങ്കിലും?
ഇല്ല. നമ്മൾ സ്ഥിരമായിട്ട് അച്ചാർ വാങ്ങുന്ന നമ്മുടെ നാട്ടിലൊരു കമ്പനി വിളിച്ചോളൂ, ഞാൻ നിങ്ങളുടെ അച്ചാർ വാങ്ങുന്നത്, എനിക്ക് നിങ്ങളുടെ അച്ചാർ ഉണ്ടാക്കുന്നത് കാണാമെന്ന് പറഞ്ഞാലോ നിങ്ങൾ വാങ്ങിച്ചു വിളിച്ചോളൂ, വളരെ സന്തോഷമാണ്. ഇവിടെ കാണാത്ത തൽക്കാലം അന്തറാന മനാഹെ അല്ലേ? ഇവിടെ നമുക്ക് തുറന്നു തന്നിരിക്കാം, ഇത് നിങ്ങളുടെയാണ്, ഇത് നമ്മുടെയാണ്, നമ്മുടെ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാന്റുകളും നമുക്ക് വിസിറ്റ് ചെയ്യാം, എല്ലാ മാനുഫാക്ചർ നമുക്ക് കാണാം. വെറുതെ കിടക്കുന്ന കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ക്വാളിറ്റി കൺട്രോൾ ആണ്. ഇൻസ്ട്രുമെന്റ് ലാബ്, കെമിക്കൽ ലാബ്, മൈക്രോബയോളജി ലാബ് എല്ലാം സ്ട്രിക്റ്റ് ക്വാളിറ്റി കൺട്രോൾ ആണ് വരുന്നത്. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് സിസ്റ്റം, പല പ്രോഡക്റ്റ് വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ആണ്. ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെയുള്ള എല്ലാ സെഗ്മെന്റും നമുക്ക് അവൈലബിൾ ആണ്. ഗുഡ് ഓർഡർ സെഗ്മെന്റിൽ നമുക്ക് വെജിറ്റേറിയൻ ഫുഡ്, അതുപോലെ ന്യൂട്രിഷൻ സെഗ്മെന്റിൽ ഹെൽത്ത് സപ്പോർട്ടീവ് ഹെൽത്ത് സപ്ലിമെന്റ്സ്, കീസ്റ്റോൺ സെഗ്മെന്റിൽ കോസ്മെറ്റിക്സ് പ്രോഡക്റ്റുകൾ, ഹെൽത്ത് സെഗ്മെന്റിൽ ഓർഗാനിക് കൃഷിക്കുള്ള ഉൽപ്പന്നങ്ങൾ, ഫുഡ് പ്രോഡക്റ്റുകൾ, എല്ലാവിധ പ്രോഡക്റ്റുകളും, ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെയുള്ള എല്ലാ പ്രോഡക്റ്റുകളും, പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകൾ, ഹോം കെയർ പ്രോഡക്റ്റുകൾ, റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ഇന്നർ വെയറുകൾ, വയറിംഗ് ചപ്പൽസ്, ട്രാവൽ ബാഗ്സ് ആൻഡ് അക്സസറീസ്, സ്റ്റേഷനറീസ്, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, ടെക്സ്റ്റൈൽസ്. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഇതൊക്കെയല്ലേ കാണാറ് അല്ലേ? വലിയ ഹൈപ്പർ മാർക്കറ്റുകൾ, ലുലുലോ, നെസ്റ്റോ അല്ലെങ്കിൽ അത്തരത്തെ വലിയ ഹൈപ്പർ മാർക്കറ്റിൽ പോയി നമ്മൾ എന്താ കാണുക? ഈ കണ്ട കാറ്റഗറിക്കല്ലേ അവിടെ കാണുക. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട് അവിടെ. എന്താണ്? അവിടെയൊക്കെ പല കമ്പനികളുടെ സാധനങ്ങളാണ്. എന്നാൽ RCM ഹൈപ്പർ മാർക്കറ്റിൽ പോയാലോ ഇതെല്ലാം ഒറ്റ കൊടകയിൽ കാണാം. RCM എന്നുള്ള ഒറ്റ കമ്പനിയുടെ ഒരു സിംഗിൾ ബ്രാൻഡില് ഒരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാൻ കപ്പാസിറ്റി ഉള്ള ലോകത്തിലെ വൺ ആൻഡ് ഓൺലി ബ്രാൻഡാണ് RCM. ബാക്കിയൊക്കെ വിവിധ കമ്പനികളുടെയാണ്. നമുക്കിത് ഓപ്പർച്യൂണിറ്റി ആണ്. നമുക്ക് എങ്ങനെ തുടങ്ങാം? RCM ഡിസ്കൗണ്ടിൽ നമുക്ക് കിട്ടും, ഫ്രീ പ്രോഡക്റ്റ് കിട്ടും, 6 മാസം കൂടുമ്പോൾ ക്യാഷ് റിവാർഡ് കിട്ടും, സെയിൽസ് മാർജിൻ കിട്ടും, ഷോപ്പ് ബേസ്ഡ് കമ്മീഷൻ കിട്ടും, കമ്മീഷൻ ബേസ്ഡ് ഓൺ പെർഫോമൻസ് കിട്ടും, മന്ത്ലി ബോണസ് കിട്ടും, ആനുവൽ ബോണസ് കിട്ടും, ടാർഗറ്റ് ഓഫീസ് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് RCM തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് RCMന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം. ഞാനുള്ള കുറച്ച് സ്പീഡിലാണ് പോകുന്നത്, നിങ്ങൾക്ക് ഫോളോ ചെയ്ത് വിശ്വസിക്കും. PV ഡിസ്ട്രിബ്യൂഷൻ 40% വരെ നമുക്ക് ഇൻസെന്റീവ് കിട്ടും. അത് 2 മുതൽ 28% പെർഫോമൻസ് ഇൻസെന്റീവ്, റോയൽറ്റി 8%, ടെക്നിക്കൽ ബോണസ് 5%, വൈറ്റ് ഗ്രോത്ത് ബോണസ് 2%, റോയൽറ്റി ഗ്രോത്ത് ബോണസ് 2%, ടെക്നിക്കൽ ഗ്രോത്ത് ബോണസ് 2%, പ്രീ പ്രൊഡക്ഷൻ കേസ് അവാർഡ് 4%, ടോട്ടൽ 40% കിട്ടും. ഇത്രയും കാലം നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടിയോ? ഇപ്പോഴോ RCM വന്നിട്ട് എന്തെങ്കിലും മുടക്കിയോ? RCM എന്തെങ്കിലും മുടക്കിയോ? ഇല്ല. എന്താ ആകെ ചെയ്തത് ഇത്രയും കാലം വാങ്ങിച്ച ബ്രാൻഡിനെ മാറ്റി വെച്ചിട്ട് അതിന് പകരം RCM എന്നുള്ള ബ്രാൻഡിനെ സ്വീകരിച്ചു. ഇത്രയും കാലം വാങ്ങിച്ച കടയ്ക്ക് പകരം RCM കടയിൽ സാധനം വാങ്ങിച്ചു. അത്രയും ചെയ്തല്ലോ. ബാക്കിയൊക്കെ സെയിം അല്ലേ? എന്തൊക്കെയാ രാവിലെ ഇത് ഞാൻ ഇട്ടിരിക്കുന്നതല്ല, 100% RCM ആണ്. എന്റെ വീട്ടിലെ 100% ഉൾപ്പെടുന്ന RCM ആണ്. രാവിലെ എണീക്കുമ്പോൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് ബ്രഷ് മുതൽ രാത്രി കടന്നുറങ്ങുന്ന ബെഡ്ഷീറ്റും കറങ്ങുന്ന ഫാനും വീട്ടിലടിക്കുന്ന പെയിന്റ് അടക്കമുള്ള എല്ലാ സാധനങ്ങളും, കുറച്ച് ചില്ലറ പച്ചക്കറി സാധനങ്ങൾ മാത്രമേ പുറത്ത് വാങ്ങേണ്ട ആവശ്യമുള്ളൂ. ഇതൊക്കെ RCM വന്നത് കൊണ്ട് വാങ്ങിച്ചതല്ല. ഇത് RCM വന്നില്ലെങ്കിൽ എനിക്ക് വാങ്ങണം ഏതെങ്കിലും ഒക്കെ ബ്രാൻഡ്. അത് RCMലേക്ക് വന്ന് വാങ്ങിച്ചപ്പോൾ എന്ത് കിട്ടി? എനിക്ക് 45% വരെ ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റിന് തിരിച്ചു കിട്ടാനുള്ള അവസരമാണ്. നല്ലതാണോ ചീത്തയാണോ? നല്ലത് കേട്ടോ. എന്താ ചെയ്യാ? നല്ലതിനെ പ്രോത്സാഹിപ്പിച്ചു ജീവിച്ചു. നല്ല കൈയടി പോരാ, കൊല്ലത്തിന്റെ ശക്തി കാണിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേരിയസ് സ്റ്റെപ്പ് കൊടുക്കാം. ഒന്ന് നമുക്ക് RCMല് സെൽഫ് യൂസ് കൊണ്ട് ഇൻകം ഉണ്ടാക്കാം. സാധാരണ നമ്മൾ സ്വയം ഉപയോഗിക്കുമ്പോൾ ഇൻകം ആണോ ചെലവാണോ? ഇത്രയും കാലം സ്വയം ഉപയോഗിച്ചും ചെലവുണ്ടായിരുന്നെങ്കിൽ ഇവിടെ സ്വയം ഉപയോഗിക്കുമ്പോൾ വരുമാനം കൂടെ കിട്ടും. എങ്ങനെ കിട്ടും? ഒന്ന് നമുക്ക് സെയിൽസ് ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റിന് വില വ്യത്യാസമാണ് മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നത്, ജസ്റ്റ് എക്സാമ്പിൾ പറയാം. നമുക്ക് മാർക്കറ്റിൽ നല്ലൊരു ഹെർബൽ പേസ്റ്റ് കിട്ടണമെങ്കിൽ 100 രൂപയ്ക്ക് മേലെ കൊടുക്കണം. RCM ലീഡിംഗ് ഹെർബൽ പേസ്റ്റിന്, RCMന്റെ ഹെർബൽ പേസ്റ്റിന് വരുന്ന വില 60 രൂപ MRP. ഗ്രാമ്പു, വേപ്പ് തുടർച്ചയാണ് പ്രധാനപ്പെട്ട ചേരുവകൾ. മെമ്പറായി കഴിഞ്ഞാൽ നമുക്കോ RCMന്റെ അസോസിയേറ്റ് ആയി കഴിഞ്ഞാൽ 43 രൂപയ്ക്ക് കിട്ടും. അതായത് MRP വെച്ച് കൂട്ടിയാൽ പോലും ഒരു വീട്ടിൽ നിന്ന് ഒരു ഹെർബൽ പേസ്റ്റ് ഇത്രയും കാലം വാങ്ങിയ ബ്രാൻഡിന് പകരം RCM വാങ്ങിച്ചാൽ എത്ര രൂപ ലാഭം? 40 രൂപയ്ക്ക് മേലെ ലാഭം. 40 രൂപ കൊടുത്താൽ എന്ത് കിട്ടും? നല്ല അരി കിട്ടും. 1 കിലോ കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ ഒരു പേസ്റ്റ് മാറ്റിയാൽ 1 കിലോ അരി വാങ്ങിക്കാമെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ? നല്ല ലാഭം. ചെറിയ ലാഭമൊന്നുമല്ല. കഴിഞ്ഞില്ല. അത് നമ്മള് ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് എടുത്തപ്പോഴോ 43 രൂപയ്ക്ക് കിട്ടി. എത്ര വ്യത്യാസം ഉണ്ടറിയോ? അങ്ങനെ ഓരോ പ്രൊഡക്റ്റ് എടുത്ത് വെച്ചാൽ നമുക്ക് മാർക്കറ്റുമായിട്ട് വ്യത്യാസമുണ്ട്. സ്പോട്ട് ഡിസ്കൗണ്ട് കിട്ടും. നമ്മൾ MRP ഇത്രയും കാലം MRP വാങ്ങിച്ച് ശീലിച്ച് നമുക്ക് സ്പോട്ട് ഡിസ്കൗണ്ട്, നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് സാധനം കിട്ടുന്നു. പിന്നെന്താ? കമ്മീഷൻ ബേസ്ഡ് ഓൺ പെർഫോമൻസ് ബോണസ്, നേരത്തെ കാണിച്ച പെർഫോമൻസ് ബോണസ് കിട്ടും. ഇതിന്റെ സെയിൽസ് കൂടെ സാധനങ്ങൾ വിറ്റ് നല്ല മാർജിൻ ഉണ്ടാക്കാം. ഷോപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. ടീമിൽ കൂടെ വരുമാനം ഉണ്ടാക്കാം. മന്ത്ലി ഗ്രോത്ത് ബോണസ്, ആനുവൽ ഗ്രോത്ത് ബോണസ്. ഇത് ഞാൻ നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. ഇതാണ് നമ്മുടെ ഡിഫറൻസ്. ഈ ഒരു 10 പ്രോഡക്റ്റ്, ചക്കി പർഷ, അട്ട, ഫിസിക്കൽ റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ, ചായ, കോഫി, ബാത്ത് സോപ്പ്, ഹെർബൽ ഷാമ്പു, ഹെർബൽ പേസ്റ്റ്, ഡിഷ് വാഷ് ലിക്വിഡ്, ബോഡി ടാൽക്ക്, ഡിറ്റർജന്റ് സോപ്പ്, വാഷിംഗ് പൗഡർ, സാൾട്ട്. ഈ ഒരു 12 സാധനങ്ങൾ നമുക്ക് എസെൻഷ്യലി വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളല്ലേ? ഇല്ലേ? RCM ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുള്ള സാധനങ്ങളല്ലേ? ഇത് മാർക്കറ്റ് നമ്മൾ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചിരുന്ന ബ്രാൻഡ്, ഇത് ലീഡിംഗ് ബ്രാൻഡുകളോട് കമ്പയർ ചെയ്താണ് ഒരു 1870 രൂപ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്.
RCB വന്നിട്ടോ വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് കടയൊന്ന് മാറി RCB കടയിലേക്ക് കയറി കഴിച്ച് വാങ്ങിച്ചാലോ 1594 രൂപയ്ക്ക് കിട്ടും. RCB മെമ്പർഷിപ്പ് എടുത്ത് വാങ്ങിച്ചപ്പോഴോ 1298 രൂപ കിട്ടി. അതായത് 587 രൂപ ലാഭം കിട്ടി. ഈ ഒരു 12 പ്രോഡക്റ്റ് ഇത്രയും കാലം വാങ്ങിച്ച ബ്രാൻഡിന് പകരം RCB ആക്കി മാറ്റിപ്പോ ലാഭമാണോ നഷ്ടമാണോ? ഈ 500 രൂപ നമുക്ക് കിട്ടണമെങ്കിൽ എത്ര മണിക്കൂർ ജോലി ചെയ്യണം? അത് ചോദിക്ക്, എത്ര മണിക്കൂർ ജോലി ചെയ്യണം? നമ്മൾ വീട്ടിൽ വെക്കുന്നത് വെറും 12 പ്രൊഡക്റ്റ് ഇവിടെ കാണിച്ചിട്ടുള്ളൂ. എത്ര പ്രൊഡക്റ്റ് നമ്മൾ വീട്ടിൽ വെക്കുന്നുണ്ട് അല്ലെ? ഒരു മാസം എത്രത്തോളം പ്രൊഡക്റ്റ് വാങ്ങിക്കണം? അപ്പൊ എത്ര രൂപ നമുക്ക് ലാഭിക്കാൻ കഴിയും? ഇതാണ് സെൽഫ് യൂസിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്. ഇനി നമുക്ക് കൂടാതെ കിട്ടും, റെഗുലർ ആയിട്ട് വാങ്ങിച്ചാൽ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റുകൾ കിട്ടും. നമ്മൾ വാങ്ങിക്കുന്ന പർച്ചേസ് ഒരു 100 PV മുതൽ 1499 PV വരെയാണെങ്കിൽ 12% പ്രൊഡക്റ്റ് കിട്ടും ഫ്രീ ആയിട്ട്. ഏകദേശം ഒരു 1500 ആണെങ്കിൽ 1500 DP പ്രൊഡക്റ്റ്, 2000 DP പ്രൊഡക്റ്റ്, 5000 ആണെങ്കിൽ 5000 DP പ്രൊഡക്റ്റ്. ഈ റേഞ്ചിൽ നമുക്ക് 6 മാസം കൊണ്ട് ഫ്രീ കിട്ടും. നിങ്ങൾ 6 മാസം സ്ഥിരമായിട്ട് വാങ്ങിച്ചാൽ 6 മാസം കഴിയുമ്പോൾ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ആളുകളാണെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ട, സ്ഥിരമായിട്ട് വീട് വൃത്തിയാക്കണ്ടേ, പാത്രം കഴിയണ്ടേ, തുണി അലക്കണ്ടേ അല്ലേ? അത് നിർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് സ്ഥിരമായിട്ട് വാങ്ങിക്കണം. സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ആളുകളാണെങ്കിലോ 6 മാസം കഴിയുമ്പോൾ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. അതിന് ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. ആദ്യത്തെ മാസം ഒരു 100 1000 PV വാങ്ങിച്ചു വെച്ചോളൂ. ഒരു എക്സാമ്പിൾ ആട്ടോ, വെറുതെ കണക്കൂട്ടാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ മാസം ഒരു 200 PV വാങ്ങിച്ചു, മൂന്നാമത്തെ മാസം 300 വാങ്ങിച്ചു. അങ്ങനെ പോയിട്ട് നമുക്ക് ഒരു 4500 രൂപയുടെ സാധനം 6 മാസം കൊണ്ട് വാങ്ങിച്ചെങ്കിൽ അതിന്റെ 12% കണക്കാക്കിയാൽ 540 രൂപ ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ ഫ്രീ പ്രൊഡക്റ്റ് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഫ്രീ പ്രൊഡക്റ്റ് ഇതുവരെ വാങ്ങിച്ചില്ല ആരെങ്കിലും ഒന്ന് കൈപ്പൊക്കാമോ? ധാരാളം ആൾക്കാർ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും അല്ലേ? ഇനി ഈ സാഹചര്യമാണെങ്കിൽ നമുക്ക് ഈ രീതി കിട്ടും. ഇനി 10,000 ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങുന്നെങ്കിലോ 5000 പ്രൊഡക്റ്റ് കിട്ടും, 3000 ക്യാഷ് കിട്ടും. 25,000 ആണെങ്കിൽ 5000 പ്രൊഡക്റ്റ് കിട്ടും, 12,500 ക്യാഷ് കിട്ടും. 50,000 ആണെങ്കിൽ 5000 പ്രൊഡക്റ്റ് കിട്ടും, 30,000 ക്യാഷ് കിട്ടും. സന്തോഷമായോ? പ്രകടിപ്പിക്കുക സന്തോഷം. വേണം പ്രകടിപ്പിക്കുകയാണ് അല്ലേ? കഴിഞ്ഞ സാമ്പത്തിക വർഷം ഞാൻ നമ്മുടെ സൈറ്റിൽ എത്ര ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്ന കണക്ക് നോക്കാം. കഴിഞ്ഞ 2024 സാമ്പത്തിക വർഷം ഞാൻ വെറുതെ കണക്ക് നോക്കിയ സമയത്ത് 24,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് എന്റെ വീട്ടിലേക്ക് കിട്ടി. ചില ആൾക്ക് സന്തോഷമുണ്ട്, ചില ആൾക്ക് സന്തോഷമില്ല. നിങ്ങൾ കണക്ക് നോക്കാത്തതാണ്. എനിക്ക് ഉറപ്പാണ് അതിനേക്കാളും കൂടുതൽ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയ ആൾക്കാർ ഈ ഹോളിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ കണക്ക് നോക്കേണ്ടി പറഞ്ഞത്, കണക്ക് നോക്കാത്ത ആൾക്കാർ അതിനേക്കാളും കൂടുതലുണ്ട് ഫാമിലിക്ക്. അത്രത്തോളം ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന് നമുക്ക് എന്ത് ചെയ്യാം? സെയിൽസ് കൂടെ അങ്ങനെ വരുമാനം ഉണ്ടാക്കാം. ഞാൻ ജസ്റ്റ് ഒരു കണക്ക് എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഡെയിലി 2000 രൂപയുടെ പ്രൊഡക്റ്റ് വിൽക്കാന്ന് വെച്ചോ. 2000 രൂപയുടെ പ്രൊഡക്റ്റ് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 3000 രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ടാവും. അങ്ങനെ 30 ദിവസം കൊണ്ട് എത്ര രൂപയായി? 60,000 രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റു. 60,000 രൂപയുടെ പ്രൊഡക്റ്റ് വെച്ചാൽ 20% റീറ്റെയിൽ മാർജിൻ കണക്കൂട്ടിയാൽ ഏകദേശം എത്രയായി? 21,000 രൂപ റീറ്റെയിൽ മാർജിൻ കിട്ടി. 60,000 രൂപയ്ക്ക് നമ്മുടെ ആ സ്ലാബ് പ്രകാരം 9% കമ്മീഷൻ വെച്ചിട്ട് 5,700 രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് പോകും. ഏകദേശം ഒരു 26,700 രൂപ നമുക്ക് സമ്പാദിക്കാം. ഇവിടെ ഡെയിലി 2000 രൂപ സാധനം വിൽക്കാൻ തയ്യാറാണോ? അത് നിങ്ങൾ ആലോചിക്കുക. 26,000 രൂപ ഡെയിലി 2000 രൂപയുടെ PVയുടെ പ്രൊഡക്റ്റ് വെച്ച് വിറ്റാൽ കിട്ടുമെങ്കിൽ ധാരാളം സ്ത്രീകൾ, ഞാൻ കൂടെ ഈ ഹോളിൽ കൂടുതൽ സ്ത്രീകളാണ്, സ്ത്രീകളെ പറയാണ്, ധാരാളം സ്ത്രീകൾ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഷോപ്പുകളിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ധാരാളം സ്ത്രീകളുണ്ട്. ഈ 26,000 പോയിട്ട് അതിന്റെ പകുതി ശമ്പളം കിട്ടുന്ന എത്ര പേരെ നിങ്ങൾക്ക് പരിചയമുണ്ട്? എത്ര മണിക്കൂർ ജോലി ചെയ്യണം? രാവിലെ ഒരു 8-9 ആകുമ്പോൾ സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം 5-6 വരെ ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടും? ഇതെന്താണ്? നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച് നമുക്ക് ബോധ്യപ്പെട്ട പ്രൊഡക്റ്റുകൾ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനും അവർക്ക് സെയിൽ ചെയ്യാനും നമുക്ക് തയ്യാറായി കഴിഞ്ഞാൽ സുഖമായിട്ടൊരു മാസം 10-15,000 രൂപ ഉണ്ടാക്കാമെങ്കിൽ ഒന്ന് ചെയ്ത് ശ്രമിച്ചാൽ എന്താ അല്ലേ? ആകെ നഷ്ടപ്പെടാൻ എന്താണുള്ളത്? നഷ്ടപ്പെടാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? അത് പോകണം, അങ്ങോട്ട് പോകട്ടെ. എന്താ? കുറച്ച് മടി, കുറച്ച് ചമ്മൽ, കുറച്ച് ഈഗോ. അയ്യോ ഞാനിപ്പോ എങ്ങനെ പ്രൊഡക്റ്റ് പോയി പറയാം അല്ലേ? പട്ടിണികളൊക്കെ തയ്യാറാ. എന്നാലും നമ്മള് നഷ്ടപ്പെട്ടുണ്ടോ? കാശ് മുടക്കി കടയിടാണെങ്കിൽ ഇതല്ലേ ചെയ്യുന്നത്. കാശ് മുടക്കി കടയിട്ടാൽ കടയിൽ വന്ന കസ്റ്റമറോട് എന്താ പറയാ? നമുക്ക് പരിചയമില്ലാത്ത, നമ്മൾ കണ്ട് പരിചയമില്ലാത്ത, കേട്ടിട്ടില്ലാത്ത സാധനങ്ങൾ നല്ലതാണ് വാങ്ങിച്ചോളൂ എന്നല്ലേ പറയാം. എന്തുകൊണ്ടാ? കാശ് മുടക്കിയതുകൊണ്ടാ. ഇതോ നമ്മൾ ഉപയോഗിച്ച വിശ്വാസം എന്ന പ്രൊഡക്റ്റുകൾ ആ ആളുകൾ കടക്കകത്തേക്ക് വരുന്നതിന് പകരം ഇത് നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ. രണ്ടും ആളുകളാണ്, രണ്ട് പണി ഒന്ന് തന്നെയാണ്. ഏതാ ലാഭം? ഇതാ ലാഭം. ഇത് ചെയ്യാൻ മടിയാ. നല്ല വരുമാനമുണ്ട്. സെയിൽസ് ചെയ്യുന്ന ധാരാളം ആൾക്കാർ ഈ ഹോളിലിരിക്കുന്നുണ്ട്. സെയിൽസ് കൂടെ നല്ല വരുമാനം ഉണ്ടാക്കുന്ന ഈ ഹോളിലിരിക്കുന്നുണ്ട്. എനിക്ക് അതിന്റെ ഇഷ്ടമുള്ള ആൾക്കാർ വിളിക്കുന്നുണ്ട്. നല്ലൊരു മെത്തേഡാണ് സെയിൽസ്. ഒരാളെ ആശ്രയിക്കണ്ട, ഒരാളുടെ ആട്ടുത്തുപ്പ് സഹിക്കണ്ട, ഒരാളുടെ കറുത്ത മുഖം കാണണ്ട, ലീവ് ചോദിക്കണ്ട. നമ്മുടെ സമയം നമുക്ക് തീരുമാനിക്കാം.
അതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം അതല്ലേ, സ്വാതന്ത്ര്യം കിട്ടും. ഇനി ആർസനൽ ഷോപ്പ് ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കാം. ആർസനൽ ഷോപ്പിൽ 3 കിലോന്റെ പറ്റി ഒരു ഷോപ്പ് അനുവദിക്കുള്ളൂ. ഒരു 7 ലക്ഷത്തെ പ്രൊഡക്റ്റ് ആർസനൽ ഷോപ്പ് ആരംഭിക്കാം. ഷോപ്പ് ആരംഭിച്ചാൽ ഈ പറഞ്ഞ ഒന്നും കൂടാതെ ഒരു 10% വരെ എക്സ്ട്രാ ഇൻസെന്റീവ് കിട്ടും. ആ പ്രദേശത്ത് നല്ല നെറ്റ്വർക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഇനി നമുക്ക് എന്താ ടീം നെറ്റ്വർക്ക് കൂടെ ഇതേപോലെ നമ്മൾ വന്നു. എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ബിസിനസ് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് വരുമാനം കൂടും. നമ്മുടെ ടീം മൊത്തത്തിൽ ഒരു 20,000 ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് ഇഷ്ടപ്പെടുന്ന എന്ത് ചെയ്യാം, ആളുകളോട് പറഞ്ഞു കൊടുക്കാം. നമ്മൾ ഇത്രയും കാലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു കൊടുത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടിയോ? നല്ല സിനിമ കണ്ടാൽ ആൾക്കാരെ പറഞ്ഞു കൊടുക്കോ? ഇപ്പൊ 200 കോടി ക്ലബിലെത്തിയ ഒരു സിനിമയുടെ കേരളത്തിൽ ഏതാ? 200 കോടി ക്ലബിന്റെ സിനിമ ഉണ്ട്. ലോക നല്ല കൈഡി മാഡത്തിന് കൊടുക്കാം. നമ്മുടെ ജനറൽ നോളജിന് കൈ കൊടുക്കണം. നമുക്ക് അങ്ങനത്തെ കൈയ്യടിച്ച മടിയില്ല. എത്ര ആള് പറഞ്ഞു വേണം നല്ലതാണെന്ന് കണ്ടിട്ട് നല്ലതാണെന്ന് പറഞ്ഞില്ലേ? ചോദിച്ചോടൊക്കെ പറഞ്ഞില്ലേ? അവ എത്ര രൂപ കിട്ടി അക്കൗണ്ടിലേക്ക്? അവരുടെ സിനിമ കമ്പനി എത്ര വായിച്ചു തന്നു? നല്ലതാണെന്ന് പറഞ്ഞ വകയിൽ നല്ലതാണെന്ന് പറഞ്ഞ വകയിൽ കിട്ടിയോ? നമ്മൾ പ്രൊമോട്ട് ചെയ്തൊക്കെ വലുതായത്. നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു, നമുക്ക് നല്ലതാണെന്ന് തോന്നിയാലോ? ആ ഹോട്ടലിൽ കണ്ട് അടിപൊളി ഹോട്ടലാണ്, നല്ല ഇത്ര ടേസ്റ്റിലുള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല അല്ലേ? ആ പറയുമ്പോൾ തന്നെ ആ ടേസ്റ്റിന് നാവ് വരും. നമുക്ക് എന്തെങ്കിലും കിട്ടിയോ? ഇല്ല. നമ്മുടെ സ്വഭാവമാണിത്. നല്ലത് കണ്ടാലൊക്കെ പറഞ്ഞു കൊടുക്കാൻ നല്ലത്. ആ സ്വഭാവത്തിൽ ഒന്ന് കമേഴ്ഷ്യലാക്കിയാലോ? ഇവിടെ നമ്മൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഉപ്പും മുളകും ആട്ടയും ചായയും കാപ്പിയും മസാലകളും ഒക്കെ നമുക്ക് നല്ലതാണെന്ന് പറഞ്ഞു കൊടുത്താലോ? അവരെ നമുക്ക് ഇതേപോലെ ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. അവർ ആലോചിച്ച് നടക്കുകയായിരിക്കില്ല. നല്ല പ്രൊഡക്റ്റുകളും നല്ല ഉൽപ്പന്നങ്ങളും അതുപോലെ നല്ല വരുമാനം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നോക്കി നടക്കായിരിക്കും. അവർക്ക് ഇത് പറഞ്ഞു കൊടുത്താലോ? അവർ നമ്മൾ ചെയ്യുന്നത് എന്താ? പല ആൾക്കാരും ആളുകളെ ചേർക്കാൻ ശ്രമിക്കുന്നു, ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. അതല്ല ശരിക്കും സംഭവിക്കുന്നത് വി ആർ ഹെൽപ്പിംഗ് ദം ടു സ്റ്റാർട്ട് ആർസിയം. നമ്മൾ അവരെ ആർസിയം സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിൽ നല്ല ജീവിതം ഉണ്ടാക്കാനുള്ള സഹായമാണ് നമ്മൾ ചെയ്യുന്നത്. ആ ബോധ്യത്തോടുകൂടി ചെയ്യണം. എന്തുകൊണ്ടാണ് അവർ അനുസരിക്കാൻ നമ്മൾ വിഷമം വരുന്നത്? നമ്മുടെ മക്കളെ നമ്മൾ LKG കൊണ്ട് ചേർത്ത് എന്തിനാ? പഠിച്ച് നന്നായിട്ട് പഠിച്ച് നല്ല നിലയിലെത്താനല്ലേ? LKG പഠിക്കുന്ന കുട്ടിക്ക് അത് ഓർമ്മയുണ്ടോ? കുട്ടി പറഞ്ഞ സന്തോഷത്തോടെ ബാഗ് തൂക്കി പോവോ? ബാഗൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര സന്തോഷം. പോകുമ്പോ ബാഗും ഉടുപ്പൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ സ്കൂളിൽ ചെല്ലുമ്പോഴോ അല്ലെ, അമ്മമാർക്കറിയാം എങ്ങനെ, അമ്മമാർക്കും അച്ഛന്മാർക്കും അറിയാം എങ്ങനെ കൊണ്ടിരുത്തി പോകുന്നുള്ളത്. ആ ഒരു ആഴ്ച 2 ആഴ്ച ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത്. കരഞ്ഞില്ലേ? കരഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്തു? അയ്യോ എന്റെ മോള് കരയുന്നു, എന്റെ മോൻ കരുതുന്നു, അതുകൊണ്ട് ഞാൻ പഠിക്കണമെന്ന് വെച്ചോ? ഇല്ല, നമ്മൾ നിർബന്ധിച്ചുണ്ടാക്കി. കാരണം അത് പഠിച്ചാലുള്ള ഗുണം അവൻ അറിയില്ല. പക്ഷെ അറിഞ്ഞ പ്രായമായപ്പോ തൊട്ടോ നമ്മൾ നിർബന്ധിക്കണമെന്നില്ല. രാവിലെ എണിച്ച് റെഡി ആയി പോയില്ലേ? അതിനെ ഇവിടെ നമ്മളൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഈ രംഗത്ത് കുട്ടികളാന്ന് വെച്ചോളും. നമ്മളാണ് അറിവുള്ള ആൾക്കാര്. നമ്മൾ പറയുമ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യില്ല. അവർ പറയും ഇതൊക്കെ ഒരുപാട് ആളെ കണ്ടാന്ന് പറയും. പക്ഷെ അവർക്ക് മനസ്സിലാവുന്നവരെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ക്ഷമയോടെ പറഞ്ഞു കൊടുക്കണം. ക്ഷമിച്ച് പറഞ്ഞു കൊടുത്ത് മീറ്റിങ്ങിലേക്ക് വിളിക്കണം, മീറ്റിംഗ് കൊണ്ടിരുത്തണം, അവർ വീട്ടിൽ പോയി സംസാരിക്കണം, പ്രൊഡക്റ്റിന് സംസാരിക്കണം. അങ്ങനെ നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ അവരിത് ചെയ്യും. നമ്മളെക്കാളും മിടുക്കനായിട്ട് ചെയ്യും, നമ്മളെക്കാളും ഭംഗിയായിട്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? അവർക്കും വരുമാനമാണ്, ഒപ്പം നമുക്കും വരുമാനമാണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഒരിക്കൽ ചെയ്ത പോലത്തേക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മുടെ ഓരോ ലെവലുകളാണ്. നമ്മുടെ ടോട്ടൽ 20,000 സംബന്ധിച്ച് ബിഗിനർ ലെവൽ. എത്ര ആൾക്കാരുണ്ട് ബിഗിനർ ലെവലിൽ ആൾക്കാർ? 20,000 ലെവലിൽ ബിഗിനർ ലെവലിൽ ആൾക്കാർ ഒന്ന് എഴുതിക്കോ. ഓൾ ബിഗിനേഴ്സ് ഒന്ന് എഴുതിക്കോ. ആസിമിന്റെ ഫസ്റ്റ് ഇൻകമായി തുടങ്ങിയ ആൾക്കാർ ഒരു നല്ല ഗൈഡ്, നിറഞ്ഞ ഗൈഡ് കൊടുക്കും. ആസിമിന്റെ കാലത്ത് അച്ചീവ്മെന്റിലേക്ക് കാലത്തെത്തിക്കുന്ന ആൾക്കാർ ബിഗിനേഴ്സ്. കൈയടിക്കാതെ കുറച്ച് ബിസ്കുണ്ട് അല്ലേ? കൈയടിക്കും, നിറഞ്ഞ ഗൈഡ്, നിറച്ച് കൈയടിക്കും. അടുത്ത സ്റ്റാർട്ട് ലെവൽ ഒരു 40,000 ബിസിനസ്. നമ്മൾ കൊണ്ടുവന്ന ആൾക്കാരും കൂടെ അവരുടെ കയറി വന്ന ആൾക്കാരും കൂടെ കൂടി ചേർന്നിട്ട് ഒരു 40,000 ബിസിനസ് വന്നാലോ? സ്റ്റാർട്ട് ലെവലായി ഏകദേശം ഒരു 2,000 രൂപയ്ക്ക് വരുമാനം കിട്ടും. സ്റ്റാർട്ട് ലെവൽ എത്ര ആൾക്കാരുണ്ട്? ഒന്ന് അടിച്ചിട്ടോ. സ്റ്റാർട്ട് ലെവൽ നല്ല കൈ കൊടുക്കും. പിന്നെ ആസിന്റെ അടുത്ത ലെവലിലേക്ക് കുറിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അടുത്താണ് ഓപ്പണർ. ഏകദേശം 70,000 ബിസിനസ് വരുന്നതാണ് ഓപ്പണർ ലെവൽ. താങ്ക് യു. അടുത്ത ഈഗിള്. ഏകദേശം 1,10,000 വരെ ബിസിനസ് വരുന്നതാണ് ഈഗിള്. എല്ലാ ഈഗിൾ അച്ചീവ്സ് ഒന്ന് എഴുതിക്കോ. ഏകദേശം ഒരു 5,000 രൂപയ്ക്ക് മേലെ വരുമാനം കൊടുത്തതാണ് ഈഗിൾ അച്ചീവ്സ്. കാണിക്കേണ്ട. അടുത്ത റണ്ണർ അച്ചീവ്സ്. 1,70,000 വരെ വരുമാനം വരുന്ന ലെവലാണ് റണ്ണർ ലെവൽ അച്ചീവ്സ്. ഏകദേശം ഒരു 7,000 രൂപയ്ക്ക് മാസം വരുമാനം വരുന്ന ലെവലാണ് റണ്ണർ അച്ചീവ്സ്. പ്ലീസ് സ്റ്റാൻഡ്. ഇവരെല്ലാവരും ഈ സ്റ്റേജിൽ റെക്കഗ്നൈസ് ചെയ്യേണ്ടതാണ്. പക്ഷെ അത് സമയം അവിടെയാണ്, അത് തീർന്നില്ല. വിന്നർ അച്ചീവ്സ് 2,60,000 വരെ വരുമാനം വാങ്ങിക്കുന്നവരാണ് വിന്നർ. ഒരു 10,000 രൂപയ്ക്ക് മേലെ വരുമാനം ലെവലാണ് വിന്നർ. അടുത്ത മാസം നമുക്ക് സ്റ്റാറായിട്ട് കാണാൻ പോകുന്ന ആൾക്കാരാണ്. അടുത്ത 1,00,000 രൂപയ്ക്ക് മേലെ വരുമാനം വരുന്ന ലെവലാണ് 1,00,000 രൂപ. 2,00,000 രൂപയ്ക്ക് മേലെ വരുമാനം വരുന്ന ലെവലാണ് 2,00,000 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 രൂപ. 2,00,000 രൂപയ്ക്ക് മേലെ വരുമാനം വരുന്ന
ഓക്കെ, വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ ഈ ഹോളിലുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇതെങ്ങനെ സംഭവിച്ചത്? ഇവരെല്ലാവരും ഇതേപോലെ യാദൃശ്ചികയുടെ ആശയം പരിചയപ്പെട്ടു, നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് മനസ്സിലായി, ആളോട് പറഞ്ഞ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞ ആൾക്കാരൊന്നും ചേരുന്നില്ലേ, അവിടെ ഞാനില്ലെന്ന് പറഞ്ഞ് കുറെ ഇട്ടച്ച് പോയി, പിന്നെയും വീണ്ടും വന്നു. അല്ല അങ്ങനെയല്ലേ? ഞാനങ്ങനെ അങ്ങനെ ചോദിച്ചത്, ഞാനങ്ങനെ ആയതുകൊണ്ടേക്ക് പ്രത്യേകം അറിയാമല്ലോ. അങ്ങനെ വന്ന് നമ്മുടെ ആൾക്കാരോട് പറഞ്ഞ് അവർ ജോയിൻ ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്ത് ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി. ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയാണ് ഹോളിൽ ഇരിക്കുന്നത്. ഇതുപോലെ വലിയ വലിയ ഹോളുകളും വീടുകളൊക്കെ കൂട്ടായ്മകൾ രൂപപ്പെടുന്നുണ്ട്. എന്തിന്റെ കൂട്ടായ്മ? നാട്ടിൽ പലതരം കൂട്ടായ്മകളുണ്ട്. ഈ കൂട്ടായ്മ എന്താ? നന്മയുടെ കൂട്ടായ്മയാണ്, പ്രോസ്പെരിറ്റിയുടെ കൂട്ടായ്മയാണ്, മറ്റുള്ളവർക്ക് ആരോഗ്യവും സമ്പത്തും ഉണ്ടാക്കി കൊടുക്കാനുള്ള കൂട്ടായ്മയാണ്, മറ്റുള്ളവരെ നല്ലത് പഠിപ്പിക്കുന്ന കൂട്ടായ്മയാണ്. ഇവിടെ ആരെങ്കിലും മോശം പറയോ? മറ്റവനെ വഴക്ക് പറയണോ? മറ്റവൻ ചീത്ത പറയണോ? പോയി തല്ലാനോ പഠിപ്പിക്കോ? ഇല്ല. എന്താ പഠിപ്പിക്കുക? അവന്റെ ജീവിതത്തിൽ വളരാൻ എന്തൊക്കെ വേണമെന്ന് അവനെ പഠിപ്പിക്കാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അവന് ആരോഗ്യം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ വേണമെന്ന് അവനെ പഠിപ്പിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് കൂട്ടായ്മ. ഇപ്പോൾ ആരും ബോസില്ല, ആരും ലീഡറില്ല, ഇതൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ വളർന്ന ശേഷം സംഭവിക്കും, നമ്മൾ വളരും, ഒപ്പം നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന കാശിന്റെ വലുപ്പം കൂടും. ആ കൂട്ടായ്മയിൽ ഫസ്റ്റ് ബിൽ ലെവൽ അച്ചീവറാണ് സ്റ്റാർ ലെവല്. ഏകദേശം ഒരു 3.5 വർഷം ബിസിനസ് നമ്മൾ നമ്മുടെ കൂട്ടായ്മയും കൂടി ചേർന്ന് ഒരു 3.5 വർഷം ബിസിനസ് ചെയ്യാൻ സ്റ്റാർ എന്ന ലെവലിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടും. എത്ര ആൾക്കാരോട് സ്റ്റാർ അച്ചീവേഴ്സ് ആയിട്ട്? സ്റ്റാർ അച്ചീവേഴ്സ് ഓടി ഒന്ന് പരിചയപ്പെടാം. ഓടി സമയം ഒട്ടും കളയണ്ട. നമ്മുടെ സ്റ്റാർ രൂപയുടെ സമയമാണ് നമുക്ക് വിലപ്പെട്ടത്. ഓടി വരും, ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോവാം. പേരും സ്ഥലവും മാത്രം പറയാം, സമയപരിധി കൊണ്ടാണ്. മണിക്കൂറോളം സംസാരിക്കാൻ കഴിയുന്ന ലീഡേഴ്സാണ് എല്ലാവരും. എൻ്റെ പേര് ഹൈർനിസ, ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ഇപ്പോൾ സ്റ്റാർ ലെവൽ അച്ചീവറാണ്. ഒപ്പം ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ആർസിം ഷോപ്പ് നടത്തുന്നുണ്ട്, വണ്ടർ വേൾഡ് ക്യൂബ്. എൻ്റെ പേര് ബീന, സ്ഥലം കടയ്ക്കലാണ്. എൻ്റെ പേര് ഷാജി എന്നാണ്. സ്വദേശം ചടയമംഗലം പോരയിടം ഡിപ്പോയിനടുത്താണ് സ്വദേശം. അവിടെ അവർ വണ്ടർ വേൾഡ് കുക്ക് നടത്തുന്നു. എൻ്റെ പേര് സുബ്രഹ്മണ്യൻ. ഞാൻ കൊല്ലം ജില്ലയിൽ തേവലക്കരയിൽ താമസിക്കുന്നു. എനിക്ക് പറയാൻ കൂടുതലുണ്ട്, എന്നാലും ശ്രീസാർ ഇരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ പറയാൻ അവസരമില്ലെന്നറിയാം. വളരെ സന്തോഷമുണ്ട് ഇതുവരെ ഒരു വേദിയിൽ എനിക്ക് കിട്ടിയ അവസരം. എൻ്റെ പേര്, എൻ്റെ സ്ഥലവും, ഞാൻ സ്റ്റാർ എന്ന പൊസിഷൻ ഇരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ജയ ആസർ. താങ്ക് യു. നമ്മുടെ സ്റ്റാർ രൂപ കേൾക്കുമ്പോൾ നമ്മളുള്ള കാര്യം. എന്നിരുന്നാലും ഇത്രത്തോളം വലിയ ലീഡേഴ്സ് നമ്മൾ ഇവിടെ റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിൽ ഈ പരിപാടിക്ക് അത് മോശമായിരിക്കും. കാരണം സ്റ്റാർ എന്ന് പറഞ്ഞാൽ ചെറിയ ലെവലല്ല, ഒത്തിരി ആൾക്കാരെ വളർത്തിയെടുത്ത് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തുടക്കത്തെ ലെവലാണ് സ്റ്റാർ. അടുത്ത ലെവലുകളാണ് റോയൽറ്റി ലെവലാണ്. ഞാൻ കാൽക്കുലേഷനിലേക്ക് പോകുന്നില്ല. നമ്മുടെ ടോട്ടൽ ബിസിനസ് ഏകദേശം ഒരു 2 സൈഡിലും കൂടെ കൂടി ചേർന്നിട്ട് ഒരു 3 ലക്ഷം 1.15 വരുന്ന സമയത്ത് റോയൽറ്റി ഗോൾഡ് ലെവലിലെത്തും. ഈ സ്റ്റാർ മുതൽ ഓപ്പണർ മുതൽ നമുക്ക് വേറെ ഇൻകം കൂടെ ഉണ്ട്. കമ്പനിയുടെ മന്ത്ലി ബോണസ്, അതായത് മന്ത്ലി ഒരു മാസം നടക്കുന്ന മൊത്തം വിറ്റുവരവിന്റെ 1% മന്ത്ലി ബോണസ് ആയിട്ട് കിട്ടും. ആനുവൽ ബോണസ് ആയിട്ട് നമുക്ക് 1% കിട്ടും. ആനുവൽ ബോണസും മന്ത്ലി ബോണസും. ഇവിടെ നമുക്ക് റോയൽറ്റി ഗോൾഡ് ലെവൽ എത്ര ആൾക്കാരുടെ ഇവിടെ റോയൽറ്റി ഗോൾഡ് ആരെങ്കിലും ഉണ്ട് ഹോള്? ആ സാർ ഓടി വരും. ഒന്ന് പരിചയപ്പെടാം. ജയാസിയം. എൻ്റെ പേര് ശ്യാമകൃഷ്ണ, സ്ഥലം കിളിമാൻ. അടുത്ത സ്റ്റാർ ഗോൾഡ് ടോട്ടൽ ബിസിനസ് സ്റ്റാർ ഗോൾഡ് ഏകദേശം ഒരു 35,000 രൂപയ്ക്ക് വില വരുമാനം ഉണ്ടാവുന്നവരാണ്. 25,000 പ്ലസ് 35,000 രൂപയ്ക്ക് മിനിമം വരുമാനം ഉണ്ടാവും. ശരി വരുമാനമാണോ? ആണോ? അല്ല. സ്റ്റാർ ഗോൾഡ് അച്ചീവേഴ്സ് കണ്ടാലോ? എല്ലാ സ്റ്റാർ ഗോൾഡ് അച്ചീവേഴ്സും പ്ലീസ്. ശരി കൊല്ലത്തിന്റെ കരുത്തരായ ലീഡേഴ്സാണ്. ഇവര് മണിക്കൂറോളം സംസാരിക്കാൻ കപ്പാസിറ്റി ആൾക്കാരാണ്. എന്നാലും അവരുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ചവർ സംസാരിക്കുന്നത് വിശ്വസിക്കുന്നു. അവിടെ മൈക്ക് കൊടുക്കുന്നു. പേരും സ്ഥലവും ചെറിയൊരു മിസ്റ്റേക്ക്. ഞാനിവിടെ കൊല്ലം
കുണ്ട്രയ്ക്കടുത്ത് പെരുമ്പുഴയാണ് എൻ്റെ സ്ഥലം. ഞാൻ സ്റ്റാർ ഗോൾഡ് എന്ന് പറയുന്ന പിള്ളേരെ അച്ചീവ് ചെയ്യുന്നു. എൻ്റെ പേര് ലതിക. ഞാൻ സാധാ ഒരു വീട്ടമ്മയാണ്. അതിൻ്റെ കൂടെ ശാരീരികമായിട്ട് കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാ പേർക്കും ഇതിൽ കൂടുതൽ ഉയരങ്ങളിലെത്താനും ഒരു വരുമാനം വാങ്ങിക്കാനും നിങ്ങളുടെ ഫാമിലിയെ മെച്ചമുള്ള തരത്തിൽ കൊണ്ടുപോകാനും പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ്. നെഞ്ചിലേറ്റുക. ഇന്ന് വന്നിരിക്കുന്ന ഈ സ്ട്രെങ്ത് കണ്ടുകൊണ്ട് നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക. JRCM. എൻ്റെ പേര് വിജയലക്ഷ്മി, കൊല്ലം കരിക്കോട് സ്വദേശിയാണ്. ഞാൻ RCM-ൽ വന്നിട്ട് 2 വർഷമായി. ഇന്ന് സാറ് പറഞ്ഞതുപോലെ 10,000 ഇന്ന് എനിക്ക് കഴിഞ്ഞ മാസം കിട്ടിയത് 34,500 രൂപ വരുമാനമാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്കിത് കിട്ടുമെന്ന്. എന്നെ ഇത് പരിചയപ്പെടുത്തിയത് ലതിക മാഡമാണ്. അദ്ദേഹത്തിനൊപ്പം എത്താൻ എനിക്ക് സഹായം ദൈവം തന്നു. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ നല്ല നല്ല പിള്ളേർ എൻ്റെ കൂടെ വന്നവർ പെട്ടെന്ന് കയറി ഈ സ്റ്റേജിൽ ഈ റെക്കഗ്നേഷൻ നമ്മൾ അവസരം മുതലാക്കണം. അത് നല്ലൊരു കാര്യമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ദൈവം നല്ല രീതിയിൽ നടത്തട്ടെ. നല്ല ലീഡേഴ്സിൻ്റെ ഹെൽപ്പ് നമുക്കുണ്ട്. കൊല്ലം ടീം എന്ന് പറയുമ്പോൾ നല്ല നല്ല ലീഡേഴ്സും നല്ല മനസാക്ഷിയുള്ളവരുമാണ്. കൂടെ വന്നവരെ എന്തായാലും കരകയറ്റണം എന്ന് ഉള്ള ഒരു വ്യക്തിത്വമുള്ള വ്യക്തികളാണ് നമ്മുടെ കൊല്ലം ടീം. അത് നമുക്ക് കാണിച്ചു കൊടുക്കണം. എല്ലാവരും അതിലേക്ക് എത്തുക. JRCM. താങ്ക് യു വെരി താങ്ക് യു. തിരുവനന്തപുരത്തിന്റെ ക്ലാസ് നമ്മൾ ഓൾ കേരള സൂമിലൊക്കെ ധാരാളം കേട്ടില്ല, യൂട്യൂബിലൊക്കെ ധാരാളം ഉണ്ട്. കേട്ടില്ലാത്ത ആൾക്കാരൊന്ന് എടുത്ത് കേട്ടു നോക്കണം. മാഡത്തിന്റെ എക്സ്പീരിയൻസ് അത് മാത്രം മതി നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ. ഒറ്റയ്ക്കല്ല, കൂടെ കൊണ്ടുവന്ന ആളെ വളർത്തി ഒപ്പം നിർത്തിയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഞാൻ ചോദിക്കുകയാണ്, ഈ ചെറുപ്രായത്തില് ഇതേപോലൊരു വരുമാനം കിട്ടാവുന്ന മറ്റെന്ത് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പരിചയമുണ്ട്? ആലോചിക്കേ, ഇതിന് കുറേ നല്ല പോകുന്നത്. ലതിക മാഡം വിചാരിച്ചാൽ പോലും ലതിക മാഡത്തിന്റെ അക്കൗണ്ടിൽ വരുന്ന പൈസ നിർത്താൻ അതിന് കഴിയില്ല. കഴിയോ? കാരണം ലതിക മാഡത്തിന്റെ ടീമില് ആരൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തത് ലതിക മാഡത്തിന് കണ്ടുപിടിക്കാൻ കഴിയില്ല. അവരുടെ പ്രോത്സാഹനം നിർത്താൻ കഴിയില്ല. അങ്ങനെയാണെങ്കിലോ വരുമാനം വന്നുകൊണ്ടിരിക്കും. അടുത്ത തലമുറയിലേക്ക് അത് കൈമാറി പോയിരിക്കും. എന്ത് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ പരിചയമുള്ളത്? മാഡം വന്നൊരു 3 വർഷമായിട്ടു അല്ലേ? 3 വർഷമായി വേണം. ഞാൻ മാഡത്തിന് എക്സാമ്പിൾ പറയാൻ നമുക്ക് നേരിട്ട് അറിഞ്ഞുകൊണ്ട് പറയാണ്. 3 വർഷം കൊണ്ട് ഫ്രം സീറോയിന്ന് ഒരു 35,000 രൂപയ്ക്ക് മേലെ വരുമാനം വാങ്ങുന്ന ലെവലിലേക്ക് എത്താൻ കഴിയുന്ന മറ്റെന്ത് ഓപ്പർച്യൂണിറ്റി പരിചയമുണ്ട്? 1 വർഷം ഒന്നും ചെയ്തില്ല. മാഡത്തിന് അസുഖമായിരുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഈ പ്രായത്തില് എത്രയോ സീനിയർ സിറ്റിസൺ നമ്മുടെ നാട്ടില് നിങ്ങൾ നോക്കിയോളൂ. ഇപ്പോഴും തൊഴിലുറപ്പിനും സെക്യൂരിറ്റി പണിക്കൊക്കെ പോകുന്ന 65-70 വയസ്സിന് മുകളിലുള്ള ഒരുപാട് ആളുകൾ. മോശമായിട്ട് പറയല്ല, പറയാച്ചാൽ അവര് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ്, ശാരീരിക വൈകല്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പോലും വീട്ടിൽ റെസ്റ്റ് എടുക്കേണ്ട പ്രായത്ത് പോലും സ്വന്തം ശരീരം പോലും മാറ്റി വെച്ചിട്ട് ജോലിക്ക് പോകുന്നത് അല്ലേ? ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. കാരണം എന്താണ്? നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവരെ രക്ഷിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അവരെ രക്ഷിക്കാൻ ദൈവം നിയോഗിച്ച മാലാഖമാരാണ് നമ്മളിത് മനസ്സിലാക്കിയാൽ മാത്രമേ അവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുള്ളൂ. റെഡിയാണോ?